ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് വന്നിട്ടുള്ളത് പുതിയൊരു മാർക്കറ്റിംഗ് രീതിയെ കുറിച്ചിട്ട് പറയാൻ വേണ്ടിയിട്ടാണ്. നമ്മളിപ്പോൾ ഫേസ്ബുക്ക് വഴി അതേപോലെ തന്നെ ഇൻസ്റ്റ വഴിയൊക്കെ നമ്മൾ മാർക്കറ്റിംഗ് ചെയ്തു. അതേപോലെ തന്നെ പഴയ കസ്റ്റമേഴ്സിനെ ഫോളോ അപ്പ് ചെയ്തിട്ടൊക്കെ നമ്മൾ മാർക്കറ്റിംഗ് ചെയ്തു. ഇന്ന് പലവർക്കും അറിയാത്ത പുതിയൊരു മാർക്കറ്റിംഗ് രീതിയെ കുറിച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. അഥവാ ഗൂഗിൾ മാപ്പ് ഉപയോഗിച്ചിട്ട് അഥവാ ലാൻഡ്മാർക്ക് ഉപയോഗിച്ചിട്ട് നമ്മൾ കസ്റ്റമേഴ്സിനെ കണ്ടെത്തിയിട്ട് മാർക്കറ്റിംഗ് ചെയ്യുന്ന രീതിയാണ്. ഇങ്ങനെ നമുക്ക് ഒരുപാട് കസ്റ്റമേഴ്സിനെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. വളരെ സുഖമായിട്ടുള്ളൊരു മെത്തേഡും കൂടിയാണ് ഇത്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യാമെന്ന് വെച്ചാൽ, ഫസ്റ്റ് ടൈം നമ്മുടെ എല്ലാവരുടെയും ഫോണിലുണ്ടാവും ഗൂഗിൾ മാപ്സ്. അതെല്ലാവരും അപ്ഡേറ്റ് ആണോ എന്നുള്ളത് ആദ്യം ചെക്ക് ചെയ്യണം. ഗൂഗിൾ മാപ്പ് അപ്ഡേറ്റ് ആക്കിയതിന് ശേഷം നിങ്ങൾ ഗൂഗിൾ മാപ്പ് ഓപ്പൺ ചെയ്യാം. ശേഷം എല്ലാവരുടെയും ഫോണിൽ ഇങ്ങനെയായിരിക്കും കാണുന്നുണ്ടാവുക. ശേഷം നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, നമുക്ക് മുകളിൽ ഒരു ഐക്കൺ കാണുന്നുണ്ട്, അത് ക്ലിക്ക് ചെയ്യാം. ശേഷം ഇതിൽ പോയിട്ട് സ്ട്രീറ്റ് വ്യൂ എന്നുള്ള ഓപ്ഷൻ നമ്മൾ ആദ്യം സെലക്ട് ചെയ്യണം. താഴെ കാണുന്ന സ്ട്രീറ്റ് വ്യൂ എന്നുള്ള ഓപ്ഷൻ ആദ്യം സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ ഏത് സ്ഥലമാണോ നിങ്ങൾക്ക് വേണ്ടത് മാർക്കറ്റിംഗ് ചെയ്യാൻ, അഥവാ നിങ്ങൾ അടുത്തുള്ള സ്ഥലങ്ങൾ തന്നെ ആദ്യം പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു വളാഞ്ചേരിയിൽ നിന്ന് സെർച്ച് ചെയ്യണം. സെർച്ച് ബട്ടൺ കൊടുത്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, സ്ക്രീനിൽ കാണുന്നത് പോലെ തന്നെ മാക്സിമം ഇത് സൂം ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. ശേഷം ഇതിലൂടെ പോകുന്ന ഒരു ബ്ലൂ കളർ ലൈൻ ഉണ്ടല്ലോ, അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും. ശേഷം നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ സ്ഥലങ്ങൾ നോക്കുമ്പോൾ അത്യാവശ്യം ടൗൺ ഏരിയ ഒക്കെ നോക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക, അഥവാ അത്യാവശ്യം കടകളും കാര്യങ്ങളും ഒക്കെ ഉള്ള ഭാഗം. ശേഷം നമ്മുടെ സ്ക്രീനൊന്ന് വലുതാക്കുക. ശേഷം ഈ മുകളിലോട്ടുള്ള നേരെ കാണുന്ന ആരോ മാർക്ക് ഉണ്ടല്ലോ, അത് ക്ലിക്ക് ചെയ്യാം. ശേഷം ഇങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ ചുറ്റുഭാഗത്തൊക്കെ ഉള്ള കടകളും കാര്യങ്ങളും ഒക്കെ നമുക്കിവിടെ കാണാൻ വേണ്ടിയിട്ട് കഴിയും. ഇപ്പോൾ ഇതേ ഒരു ഹോസ്പിറ്റലിൽ അതേപോലെ തന്നെ ഒരു ടയർ കമ്പനിയുടെ പരസ്യങ്ങൾ അഥവാ ഷോപ്പിൻ്റെ ഒക്കെ നമുക്ക് കാണാനുണ്ട്. അപ്പോൾ ഇതിലൊക്കെ ഇവരുടെ ബോർഡിൽ ഓരോ നമ്പർ കൊടുത്തിട്ടുണ്ടാവും, നമുക്കൊക്കെ ഇപ്പോൾ കാണാൻ വേണ്ടി കഴിയുന്ന പോലെ തന്നെ. അപ്പോൾ ആ നമ്പർ ജസ്റ്റ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മുടെ കയ്യിലൊരു നോട്ട്ബുക്കും പെന്നും വെക്കുക. ശേഷം നമ്മൾ ഇങ്ങനെ നമ്പേഴ്സ് എടുത്തിട്ട് അത് നോട്ട് ചെയ്ത് വെക്കുക. കൂടെ തന്നെ ഈ ഷോപ്പിൻ്റെ പേരും ഉണ്ടാവില്ല, അതും കൂടെ നോട്ട് ചെയ്ത് വെക്കുക. ഇപ്പോൾ ഇവിടെ ഇതപ്പോൾ ഒരു ടയറിൻ്റെ കമ്പനി ഉണ്ട്, അതേപോലെ തന്നെ ഒരു ഹോസ്പിറ്റലിൻ്റെ, ഒരു ടീത്തിൻ്റെ, ഒരു കെയറിൻ്റെ, അതിൻ്റെ ഒക്കെ ബോർഡിൻ്റെ മുകളിൽ ഇത് നമ്പർ കൊടുത്തിട്ടുള്ളത്, അതൊക്കെ നമ്മൾ നോട്ട് ചെയ്ത് വെക്കുക. വീണ്ടും ഇങ്ങനെ മുന്നോട്ട് പോവുക. ജസ്റ്റ് ആ ആരോയിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി, അപ്പം തന്നെ നമുക്ക് ഇങ്ങനെ ആക്കും. ശേഷം ഇവിടെ ഒക്കെ കാണാം പല കടകളതും. അങ്ങനെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ നമ്പർ എടുക്കുക, എന്നിട്ട് അവരെ ഫോളോ അപ്പ് ചെയ്യുക. നമ്മൾ ഫസ്റ്റ് ടൈം എല്ലാത്തിലും മാർക്കറ്റിംഗ് ചെയ്യുന്ന പോലെ തന്നെ അത് നമ്മുടെ കാര്യങ്ങളൊക്കെ അവർക്ക് മെസ്സേജ് അയച്ചിട്ട് ശേഷം നമ്മുടെ കമ്പനിയെ കുറിച്ചിട്ടൊക്കെ പറയുമ്പോൾ അവർക്ക് എങ്ങനെ ആയാലും ഇഷ്ടപ്പെടും. നിങ്ങൾ അത് മെസ്സേജ് അയക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, നമ്പർ നോട്ട് ചെയ്ത് വെക്കുമ്പോൾ തന്നെ അവരുടെ ഷോപ്പിൻ്റെ പേരും കൂടെ നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ അവർക്കൊരു ഇതുണ്ടാവും, കാരണം നമ്മൾ അവരെ റെപ്രസെൻ്റ് ചെയ്യുന്നത് അവരുടെ ഷോപ്പിൻ്റെ പേര് വെച്ചിട്ടാവും. അപ്പോൾ അങ്ങനെയും കൂടെ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇങ്ങനെ ചെയ്തിട്ട് ഒരുപാട് കസ്റ്റമേഴ്സിന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അധികം പണിയൊന്നും ഇല്ല. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക.